കുറേ പേരെ വിവാഹം കഴിച്ച് അവരെയൊക്കെ ഡൈവേഴ്സ് ചെയ്ത് അവരുടെ കാശൊക്കെ കയ്യിലാക്കി റിലീജിയൻ തുടങ്ങിയിട്ടുള്ള ചരിത്രവുമുണ്ട്. അതേസമയത്ത് കുറേ പഠിച്ചവരെ പഠിപ്പിച്ചിട്ട് റിലീജിയൻ തുടങ്ങിയിട്ടുള്ള ചരിത്രവും നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിൻ അനുസരിച്ചിട്ടാണ് ആ റിലീജിയൻ്റെ പാത്തും. എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ഒരേ സ്ഥലത്തെത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ എന്നെ മാറ്റാൻ സാധിച്ചാൽ ആ ചിന്തകൾ, ഏത് റിലീജിയനായാലും ബേസിക്കായിട്ട് ഈ 3 ആഗ്രഹങ്ങൾ, ഒന്ന് പഠനം, ഒന്ന് പവർ ആൻഡ് പൊസിഷൻ, മറ്റൊന്ന് വയറ്റിപ്പഴപ്പം, വെറും ഹാപ്പിനെസ്, ഈ 4 ഏതെങ്കിലും പെട്ട് റിലീജിയൻ തുടങ്ങി അത് എക്സ്പാൻഡ് ചെയ്ത് വ്യത്യസ്ത റിലീജിയനായി. ഡോക്ടർ TPS, നമസ്കാരം. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. സന്തോഷം. മതങ്ങൾ, ഇപ്പം വ്യത്യസ്ത മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ആചാരങ്ങളും എല്ലാം ഒന്നിലേക്കുള്ളൊരു യാത്രയാണ്. പിന്നെ എന്തുകൊണ്ടാണ് പല വഴികൾ സ്വീകരിക്കേണ്ടി വരുന്നത്? മതം എന്നുള്ളതിൻ്റെ അർത്ഥം അഭിപ്രായം, ഇഷ്ടം, അഭിമതം, എൻ്റെ ഇഷ്ടം, എൻ്റെ അഭിപ്രായം, എനിക്ക് തോന്നുന്നതൊക്കെയാണ്. എല്ലാ മതങ്ങളും ഒരേ സ്ഥലത്തല്ല ഉണ്ടായിട്ടുള്ളത്, ജിയോഗ്രഫിക്കലി വ്യത്യസ്ത സ്ഥലത്താണ്. അപ്പോൾ ഭാരതത്തിൽ ഭാരതീയമായിട്ടുള്ള എല്ലാ വിശ്വാസങ്ങളും, നമ്മുടെ റിലീജിയസ് എന്ന് പറയുന്ന മതവിശ്വാസങ്ങൾ എന്ന് പറയുന്നതൊക്കെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സൂര്യവംശജനാണ് രാമനായാലും കൃഷ്ണനായാലും. ശിവ എന്ന് പറയുന്ന സമയത്ത് ഒട്ടനെ നമുക്ക് സൂര്യനല്ല വരിക, ചന്ദ്രനെയാണ് വരിക. അദ്ദേഹത്തിൻ്റെ തറവാട് നിൽക്കുന്നത് ചന്ദ്രൻ വലുതായി നിൽക്കുന്ന ഒരു സ്ഥലത്താണ്. കൈലാസത്തിലേക്ക് നോക്കുമ്പോൾ നീലിമ ഉള്ള വലിയ തിളങ്ങി നിൽക്കുന്ന സൂര്യനെ അല്ല കൈലാസത്തിൽ കാണാം, അത് നോർത്തിലാണ്. കിഴക്കും പടിഞ്ഞാറൊക്കെ ആകുമ്പോഴാണ് സൂര്യനെ കാണാം. തെക്കും വടക്കേ ആകുമ്പോൾ നമ്മൾ കാണുന്നത് ചന്ദ്രനെയാണ്, അതിൻ്റെ നീലിമയാണ് നമ്മൾ കാണുക. കൈലാസത്തിലൊക്കെ പോകുമ്പോൾ ചന്ദ്രൻ, നമ്മൾ കേരളത്തിൽ കാണുന്ന ചന്ദ്രൻ ഈ വലുപ്പമാണെങ്കിൽ കൈലാസത്തിൽ അതിനേക്കാളും 3 ഇരട്ടി വലുപ്പത്തിലാണ് കാണുക. അവിടെ കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു തനിമയാണ് നമുക്ക്. അപ്പോൾ ദേവസങ്കല്പം എന്ന് പറയുന്നത്, റിലീജിയസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഇഷ്ടം അനിഷ്ടം എന്നൊക്കെ പറയുന്നത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് ജിയോഗ്രഫിക്കലായിട്ട് എവിടെയാണ്, ഏത് തരത്തിലാണ് ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഇതൊക്കെ കവികളുടെയോ ചിത്രകാരന്മാരുടെയൊക്കെ സങ്കല്പങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ രൂപങ്ങളൊക്കെ. ആ രൂപങ്ങളാണ് പിന്നെ പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല നമുക്കിഷ്ടമുള്ള സൂര്യൻ കത്തിജ്വലിച്ച് ആൾക്കാരെയൊക്കെ ചുട്ടുപൊള്ളി കൊല്ലുന്ന ഒരു സ്ഥലത്ത്, മരുഭൂമിയുടെ നാട്ടിൽ സൂര്യൻ ഭഗവാനാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? ഇല്ല. അവരപ്പോൾ ചന്ദ്രനെ പിടിക്കും. അതുകൊണ്ടാണ് സൂര്യൻ നമുക്ക് ഭഗവാനാവുമ്പോൾ ചന്ദ്രൻ മറ്റൊരു റിലീജിയനും ഭഗവാനായിട്ട് മാറുന്നത്. സൂര്യനും ചന്ദ്രനും ഒന്നിൻ്റെ റിഫ്ലക്ഷനാണ് മറ്റൊന്ന് എന്നുള്ള ധാരണ വരുമ്പോൾ ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഒരേ റൂട്ടിലാണ് പോകുന്നതെന്ന്. ഒന്നിൻ്റെ പ്രതിബിംബമാണ് മറ്റൊന്ന്. അപ്പോൾ ഓരോ കാലത്തും ഇപ്പം നമുക്ക് പശുവാണ് നമ്മുടെ ഏറ്റവും കാമ്യമായിട്ടുള്ള ഇഷ്ടമായിട്ടുള്ള ഒരു മൃഗം എന്ന് പറയുമ്പോൾ, മറ്റൊരു രാജ്യത്ത് പശു ഇല്ലാത്ത രാജ്യത്ത് ആടായിരുന്നു എന്ന് മാത്രം. ഇടയനായിരുന്നു അവിടെ, ഇവിടെ ഗോവർദ്ധനായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഗോപാലനായിരുന്നു. ഗോപാലൻ എന്ന് പറയുന്നത് പശുവിൻ്റെ കൂടെയായിരുന്നു മറ്റവിടെ. അപ്പോൾ ഓരോ റിലീജിയനിലും അതിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കുറേ സങ്കല്പങ്ങളാണ് അവർക്ക് ഒരു മതമായിട്ട് കുറേ ആൾക്കാർ അതിനെ വിശ്വസിച്ചിട്ട് കുറേ സംഭവങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സമാധാനം, റിലീജിയൻ എന്നാണ്, കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ എനിക്കുണ്ടാവുന്ന കുറേ സങ്കല്പങ്ങളാണ്. പക്ഷെ ഇപ്പോൾ പറ്റിയിട്ടുള്ളത് എന്താണ്? പണ്ട് ജിയോഗ്രഫിക്കലി സെപ്പറേറ്റ് ആയിരുന്ന പല സ്ഥലങ്ങളും ഇപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് വരുമ്പോൾ, പണ്ട് കാലങ്ങളിൽ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ അല്ല, ഓവർ കമ്മ്യൂണിക്കേഷനായി അതിൽ തന്നെ വിഭാജ്യങ്ങളും വിഘടിച്ച കുറേ ഗ്രൂപ്പുകളുമായിട്ട് മാറി. അതിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടമുള്ള തരത്തിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ കാതൽ നഷ്ടപ്പെട്ടു, അതിൻ്റെ കാതൽ മനസ്സിലാക്കിയില്ല. അവർ തമ്മിൽ വിഘടിപ്പിക്കാൻ തുടങ്ങി. വിഘടിച്ചും വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അതിനകത്തേക്ക് കൊണ്ടുവന്നു. ഇത് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ജാതി, മതം ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി ഒരേ ആൾക്കാരിൽ തന്നെ, ഒരേ ഗ്രൂപ്പിൽ തന്നെ അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഇഷ്ടങ്ങളാണ്. സ്വഭാവ പ്രഭവൈർ ഗുണൈ, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ്. ഓരോ ആളുടെ സ്വഭാവം അനുസരിച്ച് അവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ട് നമ്മൾ അവരുടെ വ്യത്യസ്തമായ ജാതി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് വ്യത്യസ്തമായ മതങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരു മതത്തിൽ തന്നെ അവരുടെ പണി അനുസരിച്ചിട്ട്, ഇപ്പം എൻ്റെ തലയിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് വിചാരിക്കാം, ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്രാഹ്മണനാണ്, ബ്രഹ്മത്തെ അറിയുന്നവനാണ്. അറിവാണ് എൻ്റെ ലക്ഷ്യം, പഠിക്കലാണ് എൻ്റെ ലക്ഷ്യം. വേദാന്തകോ ബ്രാഹ്മണ,
അറിവിനെ ആഗ്രഹിക്കുന്നവൻ ബ്രാഹ്മണനാണെന്നാണ്. അപ്പോൾ എൻ്റെ ജന്മം കൊണ്ടോ ഞാൻ ചെയ്യുന്ന പണി കൊണ്ടോ അല്ല, ഞാൻ എന്ത് ജോലിയിലും ആയാലും എപ്പോഴും എൻ്റെ ഫോക്കസ് അറിവിനാണെങ്കിൽ ഞാൻ ആരായി മാറി? ബ്രാഹ്മണനായിട്ട് മാറി. ഇപ്പോൾ ജാതി മാത്രമല്ല, അതിനുള്ള സബ് ഡിവിഷൻസ് ഞാൻ പറയാണ്. എൻ്റെ ഫോക്കസ് പവറും പൊസിഷനും ഒക്കെയാണ്. ഞാൻ പവർ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കൈയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റ് ഭാഗം അതാണ് എനിക്ക് പ്രാധാന്യം. എനിക്ക് പവർ വേണം, മാഷും ആവാം. ഞാൻ മാഷിൻ്റെ പണിയാണ് ചെയ്യണത്. പക്ഷെ എപ്പോഴും ഞാൻ നോക്കുന്നത് എപ്പോഴാണ് ഹെഡ് മാഷ് ആവുകയെന്നാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ മാഷാണ്, എൻ്റെ ആഗ്രഹം എപ്പോഴാണ് വൈസ് ചാൻസലർ ആവുകയെന്നാണ്. അങ്ങനെയാണ് ഞാൻ ആരായി? അയാൾക്ക് വിദ്യാഭ്യാസമോ പഠിപ്പിക്കലോ ഒന്നുമല്ല ഇഷ്ടം. കുറേ പേരെ കൺട്രോൾ ചെയ്യുന്നൊരു ജോലിയാണ് ഇഷ്ടം. അയാൾക്ക് പവറും പൊസിഷൻ. അയാൾ ബ്രാഹ്മണൻ ലെവലിൽ നിന്ന് ക്ഷത്രിയനിലേക്ക് മാറി. അത് കുറഞ്ഞോ കൂടിയോ എന്നുള്ളതല്ല, അങ്ങനെ മാറും. ഇനി ഈ രണ്ട് സ്വഭാവവും കുറച്ചുള്ളവരുണ്ടാവും, ഇനി അതിനേക്കാളും കൂടുതൽ ഉണ്ടാവും. ഇതൊന്നും അറിയില്ല. 30-ാം തീയതി ആകുമ്പോഴത്തെ ശമ്പളം കിട്ടുമ്പോൾ എത്ര ശമ്പളം കിട്ടും, ഞാൻ എന്ത് പണിയെടുത്താലും കൊണ്ടില്ല, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. അവനാരായി? വൈശ്യനായി. അപ്പോൾ വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാപ്നിയത്. എനിക്കിതൊന്നും വേണ്ട, പവറും വേണ്ട, പൊസിഷനും വേണ്ട, അറിവും വേണ്ട, കാശും വേണ്ട, ബാങ്ക് ബാലൻസും വേണ്ട. എനിക്ക് എല്ലാ ദിവസവും കുറച്ചെന്തെങ്കിലും കാശ് കിട്ടുക, വൈകുന്നേരം ആകുമ്പോൾ നല്ല പോലെ തണ്ണി എടുത്ത് എൻജോയ് ചെയ്യാം, ഫുൾ പൂസ്. അന്നത്തെ ദിവസം എങ്ങനെ, നാളെ എന്താണെന്നൊന്നും എനിക്ക് അറിയണ്ട, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എനിക്ക് ഒന്നും ആലോചിക്കേണ്ട. അങ്ങനെ എൻജോയ് ചെയ്യുന്നവരാണ് ശൂദ്രന്മാരെന്നാണ് പറയാം. അപ്പം ആരാവണം നമ്മൾ? ഒരു ചോദ്യമാണ്, നമ്മൾ ആരായി തീരണം? ഇതെല്ലാം കൂടിയുള്ളവരാവണം. കുറച്ചറിവ് വേണം. പക്ഷെ എല്ലാവർക്കും ഇതെല്ലാം ആവാൻ പറ്റുമോ? കുറേയൊക്കെ ബാലൻസ് ചെയ്ത് പോവാലോ. ഇപ്പം എല്ലാ ദിവസവും ഞാൻ എൻജോയ് ചെയ്യണം 365 ഡേയ്സ് എന്നല്ല പറയുന്നത്. കുറേ കാശ് കിട്ടി, പക്ഷെ അത് എൻജോയ്മെൻറ്റിനും പറ്റണം. അതേ സമയത്ത് കുറേ കാശുണ്ട്, അങ്ങനെ പലരും കാണാറുണ്ട്. നല്ല അറിവുള്ളവരാണ്, പക്ഷെ ഒന്നും അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ജീവിതത്തിൽ. അപ്പോൾ അയാൾ മാത്രം സന്തോഷിച്ചിട്ട് കാര്യമില്ല. അയാൾക്ക് ചുറ്റും കുറേ പേരുണ്ട്, അയാൾക്കൊരു ഫാമിലി ഉണ്ടാവും, അയാൾക്ക് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും, അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതൊന്നും ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല. കുറേ പേരെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്, പക്ഷെ ഒരാളും അത്യാവശ്യത്തിന് വരുമ്പോൾ അയാളൊന്നും സഹായിക്കുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തിന് ഒരു നല്ല ഹൃദയം, അല്ലെങ്കിൽ നല്ല ആൾക്കാരുടെ ബന്ധം, നല്ല പവർ പൊസിഷൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആരും സഹായിച്ചിട്ടില്ല. അവരൊക്കെ സഹായിക്കുമ്പോഴല്ലേ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവുക. അല്ലെങ്കിൽ കാശുണ്ട്, പക്ഷെ ആർക്കും കൊടുക്കില്ല. അവരെ ആരെങ്കിലും എന്തെങ്കിലും പൊസിഷനിലോ പവറിലേക്കോ എത്തിക്കാൻ ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല. അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ നഷ്ടപ്പെടും. അപ്പോൾ ചിലപ്പോൾ ചില കാലത്ത് ചില സമയത്ത് നല്ല ബുദ്ധിയും പഠിക്കാനുള്ള കഴിവുണ്ടായിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ നല്ല പവറും പൊസിഷനൊക്കെ വന്നിട്ടുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് കാശ് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും അയാൾക്ക് സന്തോഷമില്ലാത്ത എത്രയോ പേരെ നമുക്ക് കാണാം. അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ഈ എല്ലാ സ്വഭാവങ്ങളും കൂട്ടിക്കലർത്തി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാലൻസിങ് സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് ജീവിതമായിട്ട് മാറുക. ഇപ്പോൾ കുറേ വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ ഇതുവരെ ഒരു പെർമനൻറ്റ് ജോലിക്ക് പോയിട്ടില്ല, ശമ്പളവും ഇല്ല, ദാരിദ്ര്യമാണ്. കുറേ പേര് നമുക്കറിയാം. അതുപോരാ. അപ്പോൾ കുറച്ചു കാലം ക്രിയേറ്റീവ് ആവണം, കുറച്ചു കാലം കാശുണ്ടാക്കണം, ഇതൊക്കെ ഉണ്ടാവണം. ഇത് ബാലൻസ് ചെയ്യുമ്പോഴാണ് ആ ലെവലിൽ നമ്മൾ എത്തുക. അത് കഴിയുമ്പം ഞാൻ കുറച്ച് ജനങ്ങൾക്ക് കൂടി അത് പകർന്നു കൊടുക്കുന്നു. ആ പകർന്നു കൊടുക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് എൻ്റെ കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് ഒരു കാലത്ത് റിലീജിയനായിട്ടൊക്കെ മാറിയിട്ടുള്ളത്. അപ്പം ചില റിലീജിയൻ തുടങ്ങിയിട്ടുള്ളവർ വലിയ വ്യവസായികളാണ്. അങ്ങനെ കുറേ പേരെ വിവാഹം കഴിച്ച് അവരെയൊക്കെ ഡൈവേഴ്സ് ചെയ്ത് അവരുടെ കാശൊക്കെ കയ്യിലാക്കി റിലീജിയൻ തുടങ്ങിയിട്ടുള്ള ചരിത്രവുമുണ്ട്. അതേസമയത്ത് കുറേ പഠിച്ചവരെ പഠിപ്പിച്ചിട്ട് റിലീജിയൻ തുടങ്ങിയിട്ടുള്ള ചരിത്രവും നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒറിജിൻ അനുസരിച്ചിട്ടാണ് ആ റിലീജിയൻ്റെ പാത്തും. ഏത് റിലീജിയനായാലും ബേസിക്കായിട്ട് ഈ 3 ആഗ്രഹങ്ങൾ, ഒന്ന് പഠനം, ഒന്ന് പവർ ആൻഡ് പൊസിഷൻ, മറ്റൊന്ന് വയറ്റിപ്പഴപ്പം, വെറും ഹാപ്പിനെസ്. ഈ 4 ഏതെങ്കിലും പെട്ട് റിലീജിയൻ തുടങ്ങി, അത് എക്സ്പാൻഡ് ചെയ്ത് വ്യത്യസ്ത റിലീജിയനായി, അവരുടെ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷനിൽ അതിന് വ്യത്യസ്തമായി. പക്ഷെ ഇതിൻ്റെയൊക്കെ ബേസിക് ആഗ്രഹം ഇതൊക്കെ ബാലൻസ് ചെയ്തിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആത്മീയത എന്ന് പറയുന്ന ലെവലിൽ അയ്യോ അങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ എന്നെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ജീവിതാവസാനം വരെ അത് എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ മക്കൾക്ക്, എൻ്റെ കൂടെയുള്ള ജനങ്ങൾക്കൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, മക്കളെന്ന് പറയുന്നത് ബയോളജിക്കൽ അല്ല, എൻ്റെ ചുറ്റുമുള്ള റിലീജിയനിൽ പെട്ടിട്ടുള്ള എല്ലാവർക്കും എനിക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, എൻ്റെ കൂട്ടായ്മയ്ക്ക് ഞാൻ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ റിലീജിയൻ കുറച്ചും കൂടി സ്പിരിച്വലാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ധനത്തിനെതിരോ ആത്മീയതക്കെതിരോ പിന്നെ പഠനത്തിനെതിരോ പവറിനും പൊസിഷനും എതിരോ ഒന്നുമല്ല. ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് ആത്മീയത. ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ് ആത്മീയത, ആ ഒരു ഒന്നിലേക്കുള്ളൊരു യാത്ര. ആ ആത്മീയതയുടെ ഗുണം എന്താ വെച്ചാൽ വെറും ബുദ്ധിയോ വെറും മനസ്സിനോ അല്ല താല്പര്യം ഉണ്ടാവുക, ഇത് 3ഉം കൂടി ചേർന്നിട്ടുള്ള ഒന്നിലേക്കെത്തും.
അതാണ് ഭഗവത്ഗീതയിൽ ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രുപുരാത്മനഃ. എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും ഒരേ സ്ഥലത്തെത്തിയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നാത്ത വിധത്തിൽ എന്നെ മാറ്റാൻ സാധിച്ചാൽ ആ ചിന്തകളൊക്കെ ആത്മീയമാണ്. അതാണ് കൈവല്യാവസ്ഥ, അതാണ് തുര്യാവസ്ഥ, അതാണ് ആത്മീയത. നന്ദി സർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.